നമ്മൾ നിൽക്കുന്നത് 7 പതിറ്റാണ്ട് അനുഭവ സമ്പത്തുള്ള കലാലയ മുത്തശ്ശി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന BCM കോളേജിലാണ്. നമുക്കൊപ്പം ഇതൊരു വനിതാ കോളേജാണ്. എല്ലാ BA കോഴ്സുകളിലേക്കും വനിതാ വിദ്യാർത്ഥിനികൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിൽ ചില വിദ്യാർത്ഥികളെ കൂടി നമ്മളിവിടെ കണ്ടു. ചോക്ലേറ്റ് സിനിമയിലെ നായകന്മാരെ പോലെ. എത്ര പേരാ നിങ്ങൾ ചോക്ലേറ്റിലെ നായകന്മാർ? എത്ര പേർ? 13 പേര്. എങ്ങനെയുണ്ട് ഈ വിദ്യാർത്ഥിനികളുടെ ഇടയിൽ നിൽക്കുമ്പോ? നല്ല ഒരു ഫീലാണ് വിദ്യാർത്ഥികളെ നിൽക്കുമ്പോ. ഇവരെങ്ങനെയാ? നിങ്ങളെ ട്രോളർ ഉണ്ടോ? അങ്ങനൊന്നുമില്ല. വിദ്യാർത്ഥികൾ നല്ല പിള്ളേരാണ്. നല്ല പിള്ളേരാണ്. എല്ലാരും അടിപൊളിയാണ്. എല്ലാരും അടിപൊളിയാ. ഒരു കുഴപ്പമില്ല അല്ലെ? MSWയിലെ വിദ്യാർത്ഥികളാണ്. അപ്പൊ നിങ്ങൾ ഡിഗ്രി ഒക്കെ ചെയ്ത് എവിടെയാ? ഞാനിവിടെ മണർകാടാണ്. എന്നാൽ ഇത്രയും വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് ഇത്രയും ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഇത്രയും പെൺകുട്ടികൾ നിങ്ങളെ നോക്കുന്നു എന്നൊരു ടെൻഷൻ ഉണ്ടാവില്ലേ? ഇല്ല അങ്ങനെ ടെൻഷൻ ആവശ്യമൊന്നും. എല്ലാരും എല്ലാവരും നല്ല വൈബാണ്. ഫുൾ വൈബാണ്. ഫുൾ വൈബാണ്. എല്ലാവരും നല്ല വൈബാ അല്ലേ? എങ്ങനെയുണ്ട് പൊതുവെ നിങ്ങൾ ഈ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയുണ്ട്? എല്ലാവരും ഓക്കെയാണ്, നല്ല സപ്പോർട്ടീവ് ആണ്. എന്നാൽ ചെറിയ ടെൻഷൻ ഉണ്ടാവുന്നില്ല? ചെറിയ ഒരു ആശങ്കയൊക്കെ ഉണ്ടാവും? ടെൻഷന്റെ ആവശ്യമില്ല, എല്ലാവരും നമ്മുടെ ഒരു ഫാമിലിയാ. പിന്നല്ലാതെ. ഓക്കെ, ഞാൻ ഈ കുട്ടികളുടെ സാറാണ്. ശരി. ഈ കുട്ടികളുടെ സാറാണ്. വിദ്യാർത്ഥിയെ പോലെ പതുക്കി നിന്നു എന്ന് മാത്രം. ഏറ്റവും യങ്ങായിട്ടുള്ള കുട്ടിയാണ്. എന്ത് പറ്റി? കൈയൊക്കെ ഷട്ടിൽ കളിച്ചപ്പോ വീണു. ഷട്ടിൽ കഴിച്ചപ്പോ വീണു അല്ലെ? എങ്ങനെയുണ്ട് മൊത്തത്തിൽ ക്യാമ്പസിന്റെ ഒരു വൈബ്? അടിപൊളി. ഞാൻ ഇവിടെ തന്നെ പഠിച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു. ഇവിടെ തന്നെ MSW പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഇവിടെ ജോയിൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയുണ്ട് ക്യാമ്പസ് ലൈഫ്? ഈ വിദ്യാർത്ഥിനികളുടെ നടുക്കടലിൽപ്പെട്ട ഒരവസ്ഥയുണ്ടോ? ഈ കടലിൽ നടുക്കൊക്കെ പെടുക എന്നാലും ചെറിയ ആശങ്കയുണ്ട്. ഉണ്ടായിരുന്നോ ജോയിൻ ചെയ്യാൻ വരുമ്പോ? വിമൻസ് കോളേജിൽ പഠിച്ച ഒരു എക്സ്പീരിയൻസ് എന്താ? കുഴപ്പമില്ല. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങ് കൂടി പോകുന്നു. ചോക്ലേറ്റ് സിനിമ ഉണ്ടോ പൃഥ്വിരാജ്? കണ്ടു. അപ്പൊ ഒരു ഫീൽ ഉണ്ടായിരുന്നോ? ആ ഒരു ഫീൽ ഉണ്ടായിരുന്നോ? കുഴപ്പമില്ല, ആ ഒരു ഫീൽ ഉണ്ട്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? കുഴപ്പമില്ല. എല്ലാരും ഒരു വൈബാണ്. അടിപൊളി ഫ്രണ്ട്സ് ആണ് എല്ലാവരും. പെൺകുട്ടികൾ മെഡിക്കലാണ്. അങ്ങനെയല്ലേ? അറിയത്തില്ല. അത് ശരി. MSW വിദ്യാർത്ഥികളുള്ള എന്റെ ഒരു ചോദ്യം, മാഷിനോടുള്ള ചോദ്യം കൂടിയാണ്. നമ്മുടെ ഈ നവകേരള സദസ്സ് പോലുള്ള പരിപാടി കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവുന്നുണ്ടോ? നല്ല പ്രയോജനങ്ങൾ ഉണ്ടാകാറുണ്ട് എല്ലാ കോളേജിലും. പിന്നെ എന്താ അഭിപ്രായം നവകേരള സദസ്സിനെ കുറിച്ച്? കുഴപ്പമില്ല, ജനങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് യൂസ്ഫുൾ ആണ്. ഈ MSW എത്ര സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ? ഇവിടെ ആക്ച്വലി ടോട്ടൽ രണ്ട് ക്ലാസ്സുകളുമായിട്ട് 60 പേരോളം ഉണ്ട്. അതിൽ 18 ആൺകുട്ടികളാണ്. അതെ, 18 ബാക്കി പെൺകുട്ടികളാണ്. MSW ഗേൾസ് ആണ് അല്ലേ? അപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ മാത്രമേ ബോയ്സ് ഉള്ളൂ? അതിനൊരു സ്വകാര്യ അഹങ്കാരം ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, അത്ര ഇല്ല. എന്താ അവസ്ഥ? ഈ ഇത്രയും കുട്ടികൾ, ആൺകുട്ടികൾ ഇത്രയും പെൺകുട്ടികൾ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ഫീലിംഗ് എങ്ങനെയുണ്ട്? സന്തോഷമാണ്. നല്ല സപ്പോർട്ടീവ് ആണല്ലോ. നല്ല സപ്പോർട്ടീവ് ആണ്. ക്യാമ്പസ് ലൈഫ് എങ്ങനെ മൊത്തത്തിൽ? നല്ലതാണ്, വളരെ നല്ല സപ്പോർട്ടീവ്. നല്ല ഒരു ക്യാമ്പസ് ലൈഫ് ഉണ്ട് ഇവിടെ. ക്യാമ്പസ് ലൈഫ് ഉണ്ട്. നമ്മുടെ നവകേരള സദസ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് അതിനെ പറ്റിയിട്ട് അഭിപ്രായം. നിങ്ങൾ വോട്ട് ചെയ്യാൻ പോയില്ലേ കഴിഞ്ഞ തവണ? ഇല്ല. ഫസ്റ്റ് ടൈം വോട്ടിംഗ് ആണോ വരാൻ പോകുന്നത്? എനിക്ക് വോട്ടർ ID ഇല്ല. വോട്ടർ അല്ലേ? എന്താണ് താങ്കളുടെ വോട്ടവകാശം വിനിയോഗിക്കണ്ടേ? അപ്ലൈ ചെയ്യണം.